ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ 2 സിനിമകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലേട്ടന്റെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണല്ലോ തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ഫാമിലി ഡ്രാമ സിനിമ ജനുവരി 30-ലേക്കാണല്ലോ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചത്. എന്നാൽ സിനിമ റിലീസ് ചെയ്യാനായിട്ട് ഇനി 10-ൽ പരം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ എന്തുകൊണ്ട് സിനിമയുടെ അപ്ഡേറ്റുകൾ പുതുതായിട്ട് വരുന്നില്ല എന്നത് ഒരുപാട് പ്രേക്ഷക മനസ്സുകളിലെ ചോദ്യമാണ്. സിനിമയുടെ റിലീസ് മാറ്റിയെന്ന രീതിയിലുള്ള റൂമേഴ്സ് വരെ ഇതിനോടൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഈ നിമിഷം വരെ ഇനിയും സിനിമയുടെ റിലീസ് മാറ്റിവെക്കപ്പെട്ട എന്നാണ് നമുക്ക് അവസാനമായിട്ട് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ റെഡിയാണ്, ടീസർ ഉൾപ്പെടെ റെഡിയാണ്. പക്ഷെ അതെല്ലാം തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടും പുറത്തു വന്നിരിക്കുന്ന വിവരം. OTT, സാറ്റലൈറ്റ് ഓഡിയോ, ഒപ്പം തന്നെ ഓവർസീസ് തുടങ്ങിയ റൈറ്റ്സ് എല്ലാം തന്നെ അടങ്ങിയ ബിസിനസ് എല്ലാം തന്നെ ക്ലോസ് ആയതിനു ശേഷം മാത്രമേ സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ വന്നു തുടങ്ങുകയുള്ളൂ. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സിനിമയുടെ അപ്ഡേറ്റ് വരും. ഒരുപക്ഷെ ഈ വീക്കെൻഡിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാത്തിരിക്കാം തുടരുമെന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റിനായിട്ട്. മമ്മൂട്ടി ചേട്ടന്റെ ആരാധകർ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണല്ലോ ബിലാൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ദിവസത്തിനായിട്ട്. 2017 പ്രഖ്യാപിക്കപ്പെട്ട ബിലാൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പല തടസ്സങ്ങൾ കൊണ്ട് വീണ്ടും നീണ്ടുപോകുന്നു എന്നാണ് അവസാനമായിട്ട് വരുന്ന റിപ്പോർട്ട്. ഒരു സമയത്ത് ബിലാൽ ഇല്ല എങ്കിലും മമ്മൂട്ടി അമൽ നീരദ് കോംബോയിൽ മറ്റൊരു സിനിമ വരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആ പ്രോജക്റ്റും നിലവിൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ്. പകരം ഉടനെ ബോഗിൻ വില്ല എന്ന സിനിമയ്ക്ക് ശേഷം അമൽ നീരദിന്റെ അടുത്ത ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടിരിക്കുന്ന സിനിമ ലാലേട്ടൻ സിനിമയാണെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ഇതിനോടൊക്കെ തന്നെ ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടനെയും ഫഹദിനെയും പ്രധാന റോളുകളിലെത്തിച്ച് അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമ ഈ അവധിക്കാലത്ത് ചിത്രീകരണം ആരംഭിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അമൽ നീരദും ഫഹദ് ഫാസിലും ഒരുപക്ഷെ ആശീർവാദ് സിനിമാസും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമ ഈ വർഷം ക്രിസ്മസ് കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ബിലാലിന്റെ അടുത്ത അപ്ഡേറ്റ് വൈകുന്നതിന്റെ പേരിൽ അമൽ നീരദിന്റെ കമന്റ് ബോക്സിൽ എപ്പോഴും പൊങ്കാല കാണുന്ന ഒരു കാഴ്ച നാം കാണാറുണ്ട്. എന്തായാലും ലാലേട്ടൻ പ്രോജക്റ്റിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കൂടി വരികയാണെങ്കിൽ അമൽ നീരദിന്റെ കമന്റ് ബോക്സ് എങ്ങനെ ഉണ്ടാകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.